എന്താണ് ശത്ഹ്? ഇബാറത്തുൻ അൻ കുല്ലി കലിമത്തിൻ അലൈഹാ റായിഹത്തു റുഊന വദഅവ വഹുവ മിൻ സല്ലാത്തി സാലികീൻ. മഹാന്മാരായ ഔലിയാക്കൾ അല്ലാഹു തആലയിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പ്രയാണത്തിനിടയിൽ അവരുടെ പ്രയാണത്തിനിടയിൽ പല ഘട്ടങ്ങളും സന്ധികളും അവർക്കുണ്ട്. ആ സന്ധികൾക്കൊക്കെ വിവിധ പേരുകളുമുണ്ട്. ആ പേരുകൾക്കിടയിൽ നടാടെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പ്രവേശിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൂടെ സഞ്ചരിക്കുക, അള്ളാഹുവിലൂടെ സഞ്ചരിക്കുക എന്ന പദവികളിലേക്കും ഘട്ടങ്ങളിലേക്കും ഒന്നും എത്താത്ത പ്രാരംഭ ദശയിൽ ചില അത്ഭുതങ്ങളും ഒയ്ബിൻ്റെ ലോകത്തെ അദൃശ്യങ്ങളും അന്തർയാതീത ലോകത്തെ കണക്കുകളും അറിവുകളൊക്കെ കിട്ടുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് ചിലർക്ക് വിഭ്രമാവസ്ഥ വരും. ആ വിഭ്രമാവസ്ഥയിൽ ചില വാക്യങ്ങൾ വരും. ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ നമുക്ക് തന്നെ മനസ്സിലാക്കാതെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ എനിക്കൊരു കല്യാണം ഓർമ്മ വന്നു. എൻ്റെ അവിടെ നടന്നൊരു മംഗലം. ആ മംഗലത്തിൻ്റെ ഒരു കഥ ഓർമ്മ വന്നപ്പോൾ മെല്ലെ ഓർമ്മ വന്നാ. കല്യാണം ഓർമ്മ വന്ന ഒരാൾക്ക് പെട്ടെന്ന് അവൻ്റെ മനസ്സ് കല്യാണത്തിലേക്ക് അങ്ങ് പോകും. കല്യാണത്തിൽ കിടന്നിങ്ങനെ കളിക്കുമ്പോൾ ആ കല്യാണവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സംസാരിച്ചിട്ട് അതിപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് വരും. ചില സന്ദർഭത്തിൽ നോക്കി അങ്ങനെ ഒരു സംസാരം ഉണ്ട്. ഇപ്പോൾ അതിപ്പോൾ വേണ്ടിയിരുന്നില്ല, എന്തായാലും അതിപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് പറയണേ. അപ്പോഴാണ് പിന്നെ നമുക്ക് സമയബോധം ഉണ്ടാകുക, പരിസരബോധം. ആ നേരത്ത് നമ്മൾ പറയും ഞാനൊരു ലേശം വേറെ വഴിക്ക് ചിന്തിച്ചു, അങ്ങനെ പറഞ്ഞു എഴുതാം. അപ്പോൾ വേറെ വഴിക്ക് ചിന്തിക്കുന്ന ചില സംഭവങ്ങൾ നിരവധി വിഷയങ്ങൾ ചിന്തിക്കുന്ന ഒരാൾക്ക് അനുഭവത്തിൽ വരുന്നതാണ്. അത്തരം അനുഭവത്തിൻ്റെ വേളയിൽ ഞാൻ വേറെ ഏതോ ഒരു വഴിക്ക് ചിന്തിച്ചിട്ട് അങ്ങനെ പറഞ്ഞു ഏതാന്ന് നമ്മൾ പറയില്ലേ. എന്തെല്ലാം അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിലെത്തും. ആ മനസ്സ് പോയ അവസ്ഥയിൽ നമുക്ക് ബാധിക്കുന്ന ആ അവസ്ഥക്ക് സ്ഥലജല വിഭ്രമം എന്നൊക്കെ ഇന്നത്തെ ആളുകൾ പറയുന്ന ചില അവസ്ഥയുണ്ട്. സഭാകമ്പം. ഇപ്പം നിങ്ങളെ മുന്നിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ നടാടെ പ്രസംഗിക്കുന്ന ഒരാളാണെന്ന് വെച്ചാൽ ചിലപ്പം മുന്നിക്കണ് വന്നുകൊടുപ്പം തന്നെ കണ്ണങ്ങ് തിരിച്ചടക്കും. നിങ്ങളെല്ലാവരും കൂടി കണ്ടാൽ അതിൽക്കൂടെ കുറച്ച് തലയെ കെട്ടിയാരും കൂടി കൊണ്ട് കണ്ടാൽ പിന്നെ പറയും വേണ്ട. ഇവരൊക്കെ കൂടി ആരാന്നിപ്പോൾ തിരിവില്ല എന്ന് കരുതിയിട്ട് ബേജാറായാൽ വലിയ മൂലന്മാരും കൂടി കണ്ടാൽ ആകെ കണ്ണ് കലക്കും. എന്നിട്ട് കണ്ണൻ തിരിച്ചടച്ചിട്ട് എവിടെയോ എത്തും. ഇതിന് സഭാകമ്പം എന്നല്ലേ പറയും, സഭാകമ്പം. ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. അത്തരം ജീവിതത്തിൻ്റെ അവസ്ഥ അല്ലാഹു തആലാന്റെ അദൃശ്യ ലോകത്തേക്ക് ഒന്ന് കണ്ണെത്തുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ ലോകത്തേക്ക് ആത്മീയമായ യാത്ര തുടങ്ങിയിട്ടുള്ള സാലിക്കുകൾക്ക് എത്തിപ്പെടും. സാലിക്കുകൾക്ക് എത്തുന്ന നേരത്ത് അവരുടെ മനസ്സിൻ്റെ അകത്ത് തന്നെ ഈ അത്ഭുതങ്ങൾ കണ്ടെത്തിയിട്ട് മനസ്സതിൽ മുഴുകും. പരിസരത്തെക്കുറിച്ച് മറക്കും, ആളുകളെക്കുറിച്ച് മറക്കും, താൻ നിൽക്കുന്നതിനെക്കുറിച്ച് മറക്കും, താൻ ചെയ്യുന്ന ഇടപാടിനെ കുറിച്ച് മറക്കും. അത്തരം വിഭ്രമാവസ്ഥകൾ വരുമ്പോൾ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വരുന്നതും ദീനിൽ ആശാസ്യമായതും അംഗീകൃതമായതുമാകുമ്പോൾ അതിന് നമ്മൾ ബഹുമാനപൂർവ്വം നൽകുന്ന പേരാണ് ജസ്ബ്. ഉദാഹരണം ജസ്ബിൻ്റെ ഹാല് എന്നൊക്കെ നമ്മൾ പറയണല്ലോ. കേൾക്കുമ്പോൾ തന്നെ എന്തോ വിചാരിക്കണ്ട, ജസ്ബ് ഞമ്മക്കുണ്ടാവും. പക്ഷെ ജസ്ബ് എന്ന് നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്നത് വിഭ്രമാവസ്ഥ അള്ളാഹുവിൻ്റെ പേരിലും അള്ളാഹുവിനോടുള്ള ഹുബിൻ്റെ പേരിലും അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിൻ്റെ പേരിലും ഇന്ദ്രിയാതീത ലോകത്തെ ഒയ്ബുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലുണ്ടാകുന്ന വലിയും ആകർഷണവും എന്ന നിലക്ക് അതിന് ബഹുമാനപൂർവ്വം ജസ്ബ് എന്നറിയും. ഈ ജസ്ബിൻ്റെ അവസ്ഥ കുറച്ച് നല്ലോണം ഗൗരവപ്പെട്ടാൽ അവരിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ ഭാഗത്തും ലോകത്തും സദസ്സുമായി ബന്ധപ്പെടാത്ത വാചകങ്ങൾ വരും. അത്തരം വാചകങ്ങളാണ് അനൽ ഹഖ്, സുബ്ഹാനി പോലുള്ള വാക്യങ്ങൾ. മൻസൂർ ഹല്ലാജിൽ നിന്നും ഇബ്നുൽ ഫാരിദ് എന്നവരിൽ നിന്നും ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബസ്താമി തങ്ങളിൽ നിന്നും നവറല്ലാഹു മർഖദഹും ഖദ്ദസല്ലാഹു അസ്റാറഹും മഹാനവറുകളിൽ നിന്നൊക്കെ വന്നെത്തിയത്. ഇത്തരം മഹാത്മാക്കളുടെ ഈ വാചകങ്ങളുടെ അവസ്ഥ തിരിയാത്തവർ അവർ കാഫറാണെന്ന് വിധി എഴുതും. പറഞ്ഞവരില്ലേ, അത് ശൈഖ് തങ്ങളെയും പറഞ്ഞിട്ടുണ്ട്. ശൈഖ് തങ്ങൾ അവർകളെ ശങ്കരാചാര്യരുടെ സിദ്ധാന്തം സ്വാധീനിച്ചു എന്ന് വിമർശിക്കുന്നവരില്ലേ. ശ്രീ ശങ്കരാചാര്യൻ്റെ സിദ്ധാന്തം, അദ്വൈതവാദം സ്വാധീനിച്ചു മുഹിയുദ്ദീൻ ശൈഖിനെ. അപ്പം ഇത്തരത്തിലുള്ള വാദക്കാരൊക്കെ ശത്ഹ് എന്താണെന്ന് മനസ്സിലാക്കാത്തവരാണ്. ശത്ഹ് എന്ന് പറയുന്നത് ഇത്തരം ചില അവസ്ഥകളിൽ അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിനിടയിൽ സാലിക്കീങ്ങൾക്ക് തന്നെ സംഭവിക്കുന്ന അവരുടെ പ്രകൃതിപരമായ നിലപാട് തറകളിൽ തന്നെ ഉള്ള ചില പൊട്ടത്തരങ്ങളോ അബദ്ധങ്ങളോ അല്ലെങ്കിൽ ചില അവകാശവാദങ്ങളോ കാണുന്ന പദങ്ങൾ, ഇതൊക്കെ ശത്ഹ്. അത്തരം ശത്ഹിൻ്റെ പദങ്ങളിൽ പറഞ്ഞത് ശൈഖ് തങ്ങളവരുടെ പാട്ടുകളിൽ ധാരാളം കാണും. ശൈഖ് തങ്ങളവർക്ക് അങ്ങനെ അവസ്ഥ ഉണ്ടായിരുന്നോ? ഉണ്ട്. അങ്ങനത്തെ പല അവസ്ഥയും പിന്നിട്ടിട്ടാണ് മഹാനായ ശൈഖ് അവറുകൾ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. ഇന്ന് നമ്മൾ വാഴ്ത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയത്.
അപ്പൊ അത്താരം കാലത്ത് അദ്ദേഹം ചൊന്ന ബെയ്ത്തുകളിൽ ചില ബെയ്ത്തുകൾ പ്രത്യക്ഷത്തിൽ നമുക്കതിൻ്റെ അർത്ഥമാനം നൽകിയെടുക്കാൻ പറ്റാത്തവയുണ്ട്. അത് ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവരും അതുപോലെ തന്നെ എടുത്തിട്ടില്ല. കൃത്യമായി തന്നെ അദ്ദേഹം അത്തരം പാദ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ബാഹ്യാർത്ഥങ്ങൾക്ക് നിരക്കാതെ മനസ്സിലാക്കേണ്ട വാക്യങ്ങളും ശൈഖ് തങ്ങളവരുടെ മനാഖിബിൽ ചേർക്കാൻ പറ്റാത്ത വാക്യങ്ങളും ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവർ വിജ്ഞനായതുകൊണ്ട്, ഇമാമായതുകൊണ്ട്, പണ്ഡിതനായതുകൊണ്ട്, നിരവധി ഫന്നുകളിലുള്ള നിറസമുദ്രമായതുകൊണ്ട് മഹാനവറുകൾ അവകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതൊക്കെ ഒഴിച്ചിട്ട് ശൈഖിന്റെ മങ്കുബത്തായി, പദവിയായി, സ്ഥാനമായി പറയാൻ പറ്റുന്നവ മാത്രമേ ബഹുമാനപ്പെട്ടവരെടുത്തിട്ടുള്ളൂ. രണ്ടാമത്തെ ഒന്ന് അദ്ദേഹം പറഞ്ഞ അവലംബം ബഹ്ജത്തുൽ അസ്റാർ വമഅദിനുൽ അഖ്ബാർ ഫീ മനാഖിബിസ് സാദാത്തിൽ അഖ്യാർ മിനൽ മശായിഖിൽ അബ്റാർ എന്ന് സമ്പൂർണമായി പറയാറുള്ള ബഹ്ജയാണ് അവർ ബഹ്ജ എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ കിതാബുൽ ബഹ്ജ അറിഞ്ഞാതാ. ബഹ്ജ എന്ന പേരിൽ പല കിതാബുണ്ട്. പക്ഷെ അവർ ചൊന്ന ബെയ്ത്തിന്നും ബഹ്ജ കിതാബിന്നും എന്ന് പറഞ്ഞാൽ കിതാബുൽ ബഹ്ജ എന്ന് ഇത്ലാഖിൽ പറയുന്ന കിതാബ് ഏതോ അതാ ഉദ്ദേശം. ഞാൻ അവിടെ ഒസ്വാസമൊന്നും ഉണ്ടാക്കണ്ട. മൊഹീദ്ദീൻ മാല എന്ന് പറയുമ്പോഴേക്ക് കാണാത്ത ആൾക്കാർ വെറുതെ ഏത് ബഹ്ജയാണാവോ, എന്ത് ബഹ്ജയാവോ എന്നൊക്കെ സംസാരിക്കും. കിതാബുൽ ബഹ്ജ എന്ന് ഇത്ലാഖിൽ പറഞ്ഞാൽ എന്താണ്? അത് ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാക്കാം. ആ കിതാബുൽ ബഹ്ജ ഷെയ്ഖ് നൂറുദ്ദീൻ ശുത്നൂഫി അൽ-ലിഹ്മി അശ്-ശാഫിഈ, ഷാഫിഈ മദ്ഹബുകാരനായ ഷെയ്ഖ് നൂറുദ്ദീൻ ശുത്നൂഫി എന്നിവരുടെ ഗ്രന്ഥമാണ്. അലി ഇബ്നു യൂസുഫ് ഇബ്നു ഹുറൈസ് ഇബ്നു മിഅ്ലാദ് ഇബ്നു മുഹമ്മദ് ഇബ്നു അഹ്മദ് അൽ-ഖാരി അൽ-മഷ്ഹൂർ ബിശ്ശൈഖ് നൂറുദ്ദീൻ അശ്-ശുത്നൂഫി അൽ-ലിഹ്മി അശ്-ശാഫിഈ എന്ന മഹാനായ അൽ-ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങളവർകൾ തന്റെ കിതാബ് അദ്ദുററുൽ കാമിന ഫി അയാനിൽ മിഅത്തി സാമിന, 8ാം നൂറ്റാണ്ടിലെ വ്യക്തിത്വങ്ങളെ വിശദീകരിക്കുന്ന, അവരുടെ ചരിത്രം പറയുന്ന അദ്ദുററുൽ കാമിന എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി ഹുസ്നുൽ മുആസറ ഫി അഖ്ബാർ മിസ്ർ വൽ ഖാഹിറ, ഹുസ്നുൽ മുആസറ ഫി അഖ്ബാർ മിസ്ർ വൽ ഖാഹിറ, മിസ്ർ അതുപോലെ കൈറോ, ഈ പട്ടണങ്ങളുടെ ചരിത്രങ്ങൾ വിവരിക്കുന്ന തന്റെ ഹുസ്നുൽ മുആസറ എന്ന ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥത്തിലും ഇദ്ദേഹത്തെ നല്ലപോലെ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബാണ് ബഹ്ജ. അപ്പൊ ബഹ്ജ എന്ന് പറയുന്ന കിതാബ് ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി എന്നവരും ഇമാം സുയൂത്തിയും ഒക്കെ ചരിത്രകാരന്മാർ ചരിത്രം വിവരിച്ച 8ാം നൂറ്റാണ്ടിലെ വ്യക്തിത്വങ്ങളിൽപ്പെട്ട മഹാന്മാരായ ഒരു വലിയ പണ്ഡിത വ്യൂഹത്തിന്റെ ചരിത്രം വിവരിക്കപ്പെട്ട വാള്യങ്ങളുണ്ട്. ഇബ്നു ഹജറിന്റെ ദുററുൽ കാമിന, അതിൽ വിവരിക്കപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് ഷെയ്ഖ് നൂറുദ്ദീൻ ശുത്നൂഫി. അദ്ദേഹത്തിന്റെ ബഹ്ജത്തുൽ അസ്റാർ വ മഅദിനുൽ അഖ്ബാർ ഫി മനാഖിബിസ് സാദാത്തിൽ അഖ്യാർ മിനൽ മശായിഖിൽ അബ്റാർ എന്ന് മുഴുവൻ പേരുള്ള കിതാബുൽ ബഹ്ജ എന്ന് ചുരുക്കപ്പേരുള്ള കിതാബാണ് ബഹ്ജ. ഈ ബഹ്ജ എന്ന കിതാബും തക്മില എന്നത് ഫുതൂഹുൽ ഗൈബിന്റെ അനുബന്ധമായി തക്മിലത്തും ഫീ ദിക്രി വസായാഹു ലിഔലാദിഹി, ശൈഖു തങ്ങളവർകൾ തന്റെ മക്കളോട് നൽകിയ മരണാനന്തരമുള്ള കാര്യങ്ങളെക്കുറിച്ച വസിയ്യത്തിനെയും ഉപദേശങ്ങളെയും വിവരിക്കുന്ന ഒരു തെക്കിമില എന്ന പേരിൽ ഫുതൂഹുൽ ഗൈബിന് അനുബന്ധമായി ചേർത്തിട്ടുള്ളതാണ് തെക്കിമില. ഈ തെക്കിമിലയും ശൈഖ് തങ്ങളവർകൾ കണ്ട ബെയ്ത്തും ഈ ബെയ്ത്തുകളിൽ നിന്നുമാണ് ഇവ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇതിൽ നിന്ന് അദ്ദേഹം ഉണ്ടാക്കിയത് എങ്ങനെയാണ്? പാലിലെ വെണ്ണ പോൽ ബെയ്ത്താക്കി ചൊല്ലുന്നൻ പാക്കിയമുള്ളോവർ ഇതിനെ പഠിച്ചോവർ. ഞാനിങ്ങനെ ആമുഖം പറയുന്നത് മാലയിലെ വരികൾ മനസ്സിലാക്കുന്നതിലേറെ മാല എങ്ങനെ വന്നു, മാലയിലുള്ളത് എന്താണ് എന്ന് മുജുമലായി അതിൻ്റെ മൊത്തമായ വിവരം നമ്മുടെ മനസ്സിലുണ്ടായാൽ ഒരെങ്കിലും ഒരു വരി എടുത്തിട്ട് ചൊല്ലിയിട്ട് നമ്മളെ പേപ്പിക്കാൻ ആർക്കും കഴിയില്ല. അതിനാ ഒരു വരി എടുത്തിട്ട് ചൊല്ലിയിട്ട് 150 വരികളും ഞാനിവിടെ പറയാൻ തയ്യാറാണ്, സമയമുണ്ടെങ്കിൽ. പക്ഷെ സമയമല്ലല്ലോ, നിങ്ങൾക്ക് ഇരിക്കാനോ സമയമല്ല, ഈ പരിപാടിയോ സംഘാടകർക്കും സമയമല്ല. അതിനൊരു പരിപാടി നിശ്ചയിക്കപ്പെട്ട സമയത്ത് തീരണം. പറയണാക്കുമാണല്ലോ ആരോഗ്യമോ. മുറിച്ച് വെച്ചിട്ട് രണ്ടാമതൊരിക്കൽ കൂടണമെങ്കിൽ പറ്റും. മുറിച്ചിട്ട് 155 ബെയ്ത്തുമാണെങ്കിൽ നമുക്ക് വിവരിക്കാം. പക്ഷെ ഈ 155 ബെയ്ത്തില് ഓരോരോ ബെയ്ത്തുകൾ ചൊല്ലി മനസ്സിലാക്കുന്നതിലേറെ മൊത്തമായി എന്താണ് മാല, മാലയിലുള്ള ബെയ്ത്തുകളുടെ കഥ എന്ത്, അതിൻ്റെ പശ്ചാത്തലം എന്ത്, സ്വഭാവം എന്ത്, ശീലെന്ത്, രീതി എന്ത് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ ഓരോ വഹാബി വഅദിനും നമ്മളെ വിശ്വാസാക്കാൻ കഴിയില്ല. ഒരു പിരാന്തനും നമ്മളെ പറ്റിക്കാൻ കഴിയില്ല.
അള്ളാഹു ആ നല്ല സുദൃഢമായ ഈമാൻ നമുക്ക് നൽകുമാറാവട്ടെ. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആമുഖം എന്താണ് ബെയ്ത്ത് എന്ന് ശരിക്കും പഠിപ്പിക്കുന്നത്. ഇത് വിഷയത്തിൽ നിന്ന് തെന്നിപ്പോകാൻ നിങ്ങൾ മനസ്സിലാക്കി.